ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട 1000 നാമങ്ങള്, അതിൽ 14 അധ്യായങ്ങള്. നമ്മളതില് 13ാമത്തെ അധ്യായം, അതായത് 12ാമത്തെ അധ്യായം കഴിഞ്ഞു. അതിലുള്ള നാമങ്ങള് നമ്മൾ കണ്ടുപോവാൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം യോഗിനി ന്യാസം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം കണ്ടു. ഇനി നമ്മൾ നാമങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതായത് 464ാമത്തെ നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത് 465 കാന്തിമതി. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് നാമാർത്ഥങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. കാന്തിമതി എന്ന് പറഞ്ഞാൽ കാന്തിക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ, കാന്തിമതി, കാന്തിയുള്ളവൾ അല്ലെ, അഴകുള്ളവൾ. കാന്തി എന്ന് പറഞ്ഞാല് 449ാമത്തെ നാമത്തിന്റെ വ്യാഖ്യാനത്തില് കാന്തി എന്നാണ് അല്ലെ. അപ്പൊ കാന്തി ഉള്ളവൾ എന്നർത്ഥം. പൂർണ്ണമായിട്ടും ആ ഒരു എന്താ പറയാ സമാന അർത്ഥം അല്ലെങ്കിൽ പോലും രണ്ട് നാമങ്ങൾക്ക് തമ്മിൽ വലിയായിട്ട് അർത്ഥ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ കാന്തിമതി, ക്ഷോഭിണി, സൂക്ഷ്മരൂപിണി. അപ്പൊ ക്ഷോഭിണി, സൂക്ഷ്മരൂപിണി. ക്ഷോഭിണി എന്താണ്? കാന്തിമതി കഴിഞ്ഞിട്ട് അടുത്ത നാമം 466ാമത്തെ നാമമാണ് ക്ഷോഭിണി. എന്താണ്? ക്ഷോഭത്തിന് ആധാരമായിരിക്കുന്നവൾ. ഇപ്പൊ കാന്തിക്ക് ആധാരമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അടുത്ത നാമം ക്ഷോഭത്തിന് ആധാരമായിരിക്കുന്നവൾ. അപ്പൊ മനുഷ്യനിലും മറ്റ് ജീവജാലങ്ങളിലും സമൂഹത്തിലും പ്രപഞ്ചത്തിലും ഉണ്ടാകുന്ന അമിത ക്രിയാശക്തിയാണ് ക്ഷോഭം എന്ന് പറഞ്ഞത്. സൂക്ഷ്മരൂപിണി. ഇപ്പൊ സൂക്ഷ്മരൂപിണി എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ സൂക്ഷ്മമായി മറ്റൊന്നും ഇല്ലാത്ത വിധം അതീവ സൂക്ഷ്മമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ക്ഷോഭിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ക്ഷോഭം എന്ന പദത്തിന് ഉത്കടമായിരിക്കുന്ന ചലനം, ഇളക്കം എന്ന അർത്ഥമുണ്ട്. ഇതൊരു മാനസിക ഇളക്കത്തെ കുറിക്കാനും ഭൗതിക വസ്തുക്കളുടെ ഉത്കടമായിരിക്കുന്ന ചലനത്തെ കുറിക്കാനും നമുക്ക് ഈ പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ പ്രകൃതി പുരുഷന്മാരെ സൃഷ്ടിന്മുഖരാക്കി ക്ഷോഭിപ്പിക്കുന്നവൾ എന്ന് സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നുണ്ട്. ഈ നാമത്തെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കണം. കാരണം പ്രകൃതി പുരുഷ സംയോഗത്തിന് ആവശ്യമായ ക്ഷോഭം ജനിപ്പിക്കുന്നത് പരാശക്തിയാണെന്ന് അർത്ഥം. പ്രകൃതിയും പുരുഷം ചെയ്വ പ്രവിശ്യാം ആത്മ ഇച്ഛയാ ഹരി ക്ഷോഭയാമാസ ഭഗവാൻ സർഗകാലെ വ്യാപ്യ ശ്രീ തഹ. അപ്പൊ ഇത് വിഷ്ണു പുരാണത്തിൽ പറയണു. സൃഷ്ടിയോന്മുഖമായിരിക്കുന്ന പ്രകൃതി പുരുഷ ക്ഷോഭം. അപ്പൊ തന്റെ ക്ഷോഭത്തിൽ നിന്ന് ദേവി ചില ഗണങ്ങളെ സൃഷ്ടിച്ചതായിട്ട് വരാഹ പുരാണത്തിലും പറയുന്നുണ്ട്. അപ്പൊ തപസ് ചെയ്യുന്ന ദേവിയുടെ ക്ഷോഭത്തിൽ നിന്നാണ് കോടിക്കണക്കിന് ദേവിമാരുണ്ടായി എന്ന് പറയണു. അവർക്ക് ജന്മം കൊടുത്തത് കൊണ്ട് ദേവിക്ക് ക്ഷോഭിണി എന്നുള്ള പേരും യോജിക്കുന്നുണ്ട്. അപ്പൊ നിർവികാരനും നിഷ്ക്രിയനുമായിരിക്കുന്ന ബ്രഹ്മരൂപിയായ പരമേശ്വരനിൽ നിന്ന് ആ ഒരു സൃഷ്ടി അഭിവാഞ്ചിയാകുന്ന ക്ഷോഭമുണ്ടായി അല്ലെ. അപ്പൊ പരാശക്തിയായിരിക്കുന്ന ദേവിയുടെ പ്രേരണ കൊണ്ടാകയാല് ദേവിക്ക് ക്ഷോഭിണി എന്നുള്ള നാമം. അപ്പൊ സൂക്ഷ്മരൂപിണി, സൂക്ഷ്മമായിട്ട് രൂപമുള്ളവൾ. അപ്പൊ ശ്രീദേവിക്ക് സ്ഥൂലം, സൂക്ഷ്മം, പരം എന്ന 3 രൂപങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ സൂക്ഷ്മമായിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ. സൂക്ഷ്മമായതുകൊണ്ട് ആ ഒരു ദുർജ്ഞേയം എന്ന് സിദ്ധിക്കണം, അറിയാൻ എളുപ്പം അല്ലാത്ത രൂപമുള്ളവൾ. ഇപ്പൊ സൂക്ഷ്മം എന്ന പദത്തിന് പരമാത്മാവെന്ന അർത്ഥമുണ്ട്. ഇപ്പൊ പരമാത്മ സ്വരൂപമായവൾ എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം എടുക്കണം. ഇപ്പൊ പ്രാണികളുടെ ശരീരത്തിനും സ്ഥൂല സൂക്ഷ്മ കാരണഭേദങ്ങളുണ്ട്. ഇപ്പൊ പഞ്ചഭൂത നിർമ്മിതവും രക്ത അസ്ഥി മജ്ജാതി രൂപവുമാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ജീവാത്മാവും പഞ്ചപ്രാണനുകളും മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീര രൂപത്തില് എല്ലാ പ്രാണികളിലും കുടികൊള്ളുന്നവൾ എന്നർത്ഥം. ഒരു ഹോമകർമ്മത്തില് സൂക്ഷ്മം എന്ന് പേരുണ്ട്. ആ ഹോമം രൂപമായിരിക്കുന്നവൾ. അപ്പൊ അടുത്ത നാമങ്ങള് ഒരുമിച്ച് വരുന്നു. വജ്രേശ്വരി, വാമകേശി, വയോവസ്ഥ വിവർജിത, സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാത, യശസ്വിനി. ഈ നാമങ്ങള് എല്ലാം ഒരേ ഇതിൽ വരുന്നതാണ്. ഇപ്പൊ വജ്രേശ്വരി, പ്രപഞ്ചത്തിൽ കാണുന്ന കാഠിന്യം എന്ന ഗുണത്തിന് ആധാരമായിരിക്കുന്നവൾ, അധീശ്വരിയായിരിക്കുന്നവൾ. വജ്രം എന്ന് പറഞ്ഞാൽ കാഠിന്യം. വാമദേവി, വാമം എന്ന് പറഞ്ഞാൽ നന്മ, സൗന്ദര്യം, നന്മയ്ക്കും സൗന്ദര്യത്തിനും ആധാരമായിട്ടിരിക്കുന്നവൾ. വയോവസ്ഥ വിവർജിത, വയ പ്ലസ് അവസ്ഥ പ്ലസ് വർജിത, ആ ഒരു വയസ്സിന്റെ അവസ്ഥകൾക്ക് അപ്പുറം നിൽക്കുന്നവൾ. വിവർജിത എന്ന് പറഞ്ഞാൽ വിശേഷേണ വർജിച്ചവൾ, വയസ്സ് കൊണ്ടുള്ള മാറ്റങ്ങളായിരിക്കുന്ന ജരാമരണങ്ങൾ ഇല്ലാത്തവൾ. സിദ്ധേശ്വരി, സിദ്ധന്മാരായിരിക്കുന്ന യോഗികൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. സിദ്ധവിദ്യ, സിദ്ധന്മാരുടെ ജ്ഞാനത്തിന് ആധാരമായവൾ. സിദ്ധമാത, സിദ്ധന്മാർക്ക് അമ്മയായിരിക്കുന്നവൾ. യശസ്വിനി,
അപ്പൊ യശസ്സോട് കൂടിയവൾ, എല്ലാ ജീവജാലങ്ങളും അറിയുന്നവൾ, ജീവികളുടെ യശസ്സിന് ആധാരമായിരിക്കുന്നവൾ. അപ്പൊ ഇതെല്ലാം തന്നെ അപ്പൊ എന്താ പറയാ, ആ സൂക്ഷ്മരൂപിണി എന്നുള്ള നാമത്തിനോട് ചേർന്ന് വരുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വജ്രേശ്വരി എന്ന് പറഞ്ഞാൽ ജാലന്ധര പീഠസ്ഥയായിരിക്കുന്ന നിത്യാദേവിക്ക് വജ്രേശ്വരി എന്നാണ് പേര്. ശ്രീപുരത്തില് ആ ഒരു അസ്ത്രചക്രത്തിന് മുകളില് സമയേശ്വരിമാരെന്ന് പ്രസിദ്ധരായിരിക്കുന്ന 4 ദേവിമാരുടെ സ്ഥാനമുണ്ട്. അപ്പൊ ആ സ്ഥാനമായിരിക്കുന്ന ചക്രം സ്ഥിതി ചെയ്യണം. അതിലെ ദേവിമാര് കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി. ഈ 3 പേരും നാലാമത്തത് സർവപ്രപഞ്ച മാതാവായിരിക്കുന്ന ലളിതാംബിക. അപ്പൊ ഈ ദേവിമാരെല്ലാം തന്നെ ലളിതാദേവിയിൽ നിന്ന് അഭിന്നയായതുകൊണ്ട് അവരുടെ പേരുകള് ശരിക്കും പറഞ്ഞ ദേവി നാമങ്ങൾ തന്നെയാണ്. അപ്പൊ ശ്രീപുരത്തിന്റെ ദ്വാദശ പ്രാകാരത്തില് 12ാമത്തേതിന് ഇടയ്ക്ക് വജ്ര എന്ന പേരായിട്ടുള്ള ഒരു നദി ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ആ നദിയെ വർണ്ണിക്കണ ആ നദിയുടെ അധിപതി എന്ന് ഈ ഒരു സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട് ഈ നാമം വജ്രേശ്വരി. കാരണം ഈ വജ്ര നദി കടന്ന് ഇന്ദ്രനാണ് വജ്രായുധം ഉള്ളത് അല്ലെ. ഈ വജ്രേശ്വരിയാണ് ഈ ഒരു തടാകത്തിന്റെ, ഈ ഒരു നദിയുടെ അധിപ. അപ്പൊ വജ്രേശ്വരിയെ നമസ്കരിച്ചിട്ട് വേണം നമുക്ക് ദേവിയെ കാണാനായിട്ട് ശ്രീപുരത്തേക്ക് പോകാനുള്ളത്. അപ്പൊ ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധത്തില് ഇന്ദ്രന്റെ വജ്രായുധം തെറിച്ചുപോയി എന്നും ആ വജ്രായുധം നഷ്ടപ്പെട്ട ഇന്ദ്രൻ ഈ വജ്ര നദിയുടെ തീരത്തില് വജ്രേശ്വരിയെ തപസ് ചെയ്തുവെന്നും ദേവി പ്രസാദിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് ആ ഒരു ഇന്ദ്രന് വജ്രം കൊടുത്ത് അനുഗ്രഹിച്ചുവെന്നും ലളിതോപാഖ്യാനത്തില് പറയുന്നുണ്ട്. അപ്പൊ ഈ വജ്രേശ്വരി ആ ദേവി ആരാണ്? വാമദേവി. വാമദേവൻ എന്ന് പറയുന്ന അർദ്ധനാരീശ്വരനായിരിക്കുന്ന ശിവന്റെ പത്നിയാണ് വാമദേവി. അപ്പൊ വാമ എന്ന പദത്തിന് സുന്ദരി എന്ന അർത്ഥമുണ്ട്. സുന്ദരിയായിരിക്കുന്ന ദേവി വാമദേവി എന്ന് വ്യാഖ്യാനം. വാമമാർഗത്തിലുള്ള ആരാധനാ ക്രമങ്ങൾക്ക് അധിഷ്ഠാത്രി. അപ്പോ ശരിക്കും പറഞ്ഞാല് വാമം വിരുദ്ധ രൂപന്തു വിപരീതം ച ഗീയതേ വാമേന സുഖദാ ദേവി വാമദേവി തദസ്മൃത എന്ന് ദേവി പുരാണത്തിൽ പറയണു. അപ്പോ വാമദേവി, അപ്പോ ഈ പറഞ്ഞതെല്ലാം തന്നെ ആരാണ്? ആ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ നമ്മൾ പര്യായ പദങ്ങൾ എന്ന് പറയില്ലേ, അത് തന്നെയാണ് അല്ലെ, അമ്മ തന്നെയാണ്. വയോവസ്ഥ വിവർജിത, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള പല അവസ്ഥകള് ഇല്ലേ. ജനനവും മരണവും ഇല്ലാത്ത ലോകമാതാവിന് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു അവസ്ഥകളും ഇല്ല. അപ്പൊ എന്നും ബാലികയായിട്ടിരിക്കുന്നവൾ, നിത്യ യൗവന, നിത്യവൃദ്ധ എന്ന ഉപാസകന് സൗകര്യം പോലെ സങ്കല്പിക്കാമെങ്കിലും ദേവി വയോവസ്ഥകൾക്ക് അതീതയാണ്. കാരണം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു അവസ്ഥകളും അമ്മയെ ബാധിക്കുന്നില്ല എന്നർത്ഥം. സിദ്ധേശ്വരി, സിദ്ധന്മാർക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. അണിമാദികളായിരിക്കുന്ന അഷ്ടസിദ്ധികൾ വശത്താക്കിയവരാണ് സിദ്ധൻ. അങ്ങനെയുള്ള സിദ്ധന്മാര് ദേവിയെ ഉപാസിച്ച് സിദ്ധികൾ നേടുന്നതില് സിദ്ധന്മാർക്ക് ഈശ്വരി എന്ന് ദേവിക്ക് നാമം, സിദ്ധേശ്വരി അല്ലെ. സിദ്ധന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ദേവി അല്ലെ. സിദ്ധവിദ്യ സ്വരൂപിണി അല്ലെ. പഞ്ചദശി മന്ത്രത്തിന്റെ പേരെന്താണ്? സിദ്ധവിദ്യ എന്നാണ് അല്ലെ. ആ മന്ത്രം രൂപമായിട്ടുള്ളവൾ. മന്ത്ര ഉപദേശം ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സിദ്ധാരി ചക്രശോധനം എന്നൊരു ചടങ്ങ് ശരിക്കും അനുഷ്ഠിക്കാറുണ്ട്. സ്വീകരിക്കുന്ന ശിഷ്യന്റെ ജാതകം പരിശോധിച്ച് അയാളുടെ സ്വഭാവങ്ങൾക്ക് മന്ത്രം യോജിക്കുമോ എന്ന് ഗുരു പരീക്ഷിക്കണു. എന്നിട്ട് അയാൾക്ക് യോജിക്കുന്ന മന്ത്രമേ കൊടുക്കാവൂ. ഇതാണ് ശരിക്കും സിദ്ധാരി ചക്രശോധനത്തിന്റെ ലക്ഷ്യം. ആ ഒരു പഞ്ചാക്ഷരി മന്ത്രത്തിനും പഞ്ചദശാക്ഷരി മന്ത്രത്തിനും ഈ പരീക്ഷ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാല് കാദിമതത്തില് എന്താ പറയാ, പഞ്ചദശാക്ഷരി സിദ്ധവിദ്യയാണ്. ആ ജപിക്കുന്നവന്റെ ദോഷങ്ങളെ അത് നശിപ്പിച്ചു കൊള്ളുവെന്നും വിധിപ്രകാരം ജപിച്ചാല്, വിധിപ്രകാരം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല പരമ്പരയിലൂടെ ഗുരുമുഖാന്തരം അത് കിട്ടിക്കഴിഞ്ഞാല് അത് സാധകനെ സിദ്ധിയിലേക്ക് നയിച്ചു കൊള്ളുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദേവിക്ക് സിദ്ധവിദ്യ, സിദ്ധമാത. ഇപ്പൊ സിദ്ധന്മാർക്ക് അമ്മയായിട്ടിരിക്കുന്നവൾ, സിദ്ധന്മാരുടെ സിദ്ധികൾ ദേവിയിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ദേവിയാണ് അത് കൊടുക്കുന്നത്. സിദ്ധന്മാർക്ക് ദേവിയുടെ സന്താനങ്ങൾ എന്ന സ്ഥാനം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് സിദ്ധമാത എന്ന് പറയുന്നത്. എല്ലാ ചരാചരങ്ങൾക്കും മാതാവായതുകൊണ്ട് സിദ്ധമാത എന്ന് വിശേഷിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താ, ലൗകിക ബന്ധങ്ങൾ ഉപേക്ഷിച്ചവര്. അതുകൊണ്ട് അവരുടെ ആ ഒരു രക്ഷകർത്തൃത്വം അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് സിദ്ധന്മാരുടെ മാതാവായിട്ടിരിക്കുന്നവൾ സിദ്ധമാത. യശസ്വിനി, യശസ്സുള്ളവൾ. ഇപ്പൊ ദേവിയുടെ മഹാപ്രഭാവങ്ങള്, കാരുണ്യം, ഇതെല്ലാം ലോക പ്രസിദ്ധമാണ് അല്ലേ. യശസ്വിനി എന്ന് പറഞ്ഞാൽ എന്താ, അമ്മയുടെ
പോലെ യശസ് ഉള്ള വേറെ ആരും ഇല്ല. യശസ് എന്ന് പറഞ്ഞാൽ ശോഭ, ഐശ്വര്യം, അഴക് എന്നീ അർത്ഥങ്ങളെല്ലാം എടുക്കാം. ഇതെല്ലാം ഉള്ളവൾ വിശുദ്ധി ചക്ര നിലയ. അപ്പൊ ഇനിയുള്ളത് നമ്മുടെ വീണ്ടും എന്താ പറയാ ശരീരത്തിലേക്ക് വരികയാണ് സ്ഥൂല രൂപത്തിൽ. അതായത് വിശുദ്ധി ചക്ര നിലയ രക്തവർണ ത്രിലോചന ഖട്വാങ്കാദി പ്രഹരണ വദനൈക്യ സമന്വിത. അപ്പൊ ഓരോ ചക്രങ്ങളും നമ്മൾ ഇനി വിശുദ്ധി ചക്രത്തിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത് ലളിതാ സഹസ്രനാമത്തില്. അപ്പോ നമ്മള് എന്താ പറയാ ആദ്യം വിശുദ്ധി ചക്രം അല്ലെ, സഹസ്രാരമൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ വിശുദ്ധി ചക്രം തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അപ്പോ കണ്ഠത്തിലുള്ള വിശുദ്ധി ചക്രത്തിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് അനുഭവം ഉണ്ടാക്കുന്നവൾ ആരക്തവർണ. ആ അല്പം രക്തം എന്ന് പറഞ്ഞാൽ ചുവന്നത്, വർണ്ണം നിറം, ഇളം ചുവപ്പ് നിറമാർന്നവൾ. ത്രിലോചന 3 കണ്ണുകൾ, ത്രിനയന അല്ലെ, ഖഡ്വാങ്കാദി പ്രഹരണ, ഖഡ്വാങ്കം ആദി പ്രഹരണ, ഖഡ്വാങ്കം ആദിയായിട്ടുള്ള ആയുധങ്ങൾ ധരിച്ചവൾ. ഖഡ്വാങ്കം എന്ന് പറഞ്ഞാല് അറ്റത്ത് തലയോട് കൂടിയ ഒരു തരം ഗദ. പ്രഹരണം എന്ന് പറഞ്ഞ ആയുധം. ഖഡ്വാങ്കം വാള്, ശൂലം, ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ വടി ഇത്യാദികള്. ഇപ്പൊ യോഗികൾക്ക് കിട്ടുന്ന ദർശനാണ് വദനൈക്യ സമന്വിത. വദനം എന്ന് പറഞ്ഞാൽ ഏകം, വദനം ഏകം സമന്വിത. വദനം എന്ന് പറഞ്ഞാൽ മുഖം, ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്, സമന്വിത ചേർന്നവൾ, ഏകമുഖിയായിട്ട് ദർശനം നൽകുന്നവൾ. അപ്പൊ ആദ്യത്തെ ചക്രം നമ്മൾ എടുക്കുകയാണ് വിശുദ്ധി ചക്രം ഇല്ലേ. വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ഇനിയുള്ള 62 നാമങ്ങളില് ദേവിയെ ആധാര ചക്രങ്ങളില് യോഗിനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഗിനി ന്യാസം ഇല്ലേ അതൊക്കെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ കണ്ടത്. കാരണം ഓരോ ചക്രത്തിലും ദേവിയുടെ രൂപം, വർണ്ണം, ആഭരണ, ആയുധങ്ങള്, പൂജാവിധിയിൽ അർപ്പിക്കേണ്ട നൈവേദ്യം തുടങ്ങിയതെല്ലാം നാമത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഷഡാധാരങ്ങളില് മൂലാധാരം തൊട്ട് മുകളിലേക്ക് എണ്ണിയാല് 5ാമത്തേതാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അനാഹതത്തിന് മുകളിലും ആജ്ഞാചക്രത്തിന് കീഴിലായിട്ട് കണ്ഠകൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ജീവൻ ബ്രഹ്മത്തിന് അടുത്തെത്തി എന്ന് പറയാം അല്ലെ. ആണവാദി മലങ്ങളിൽ നിന്ന് വിശുദ്ധി നേടുന്നത് ഇവിടെ വെച്ചാണ്. അപ്പൊ ഇതിന് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് കൊണ്ട് വിശുദ്ധി ചക്രത്തിലെ മഹാദേവി ഡാകിനി സ്വരൂപത്തിൽ ഇരിക്കുന്നു. ഇപ്പൊ ഡാകിനി ധ്യാനം കാരണം അതിനകത്ത് ഈ ധ്യാന ശ്ലോകത്തിന്റെ നാമങ്ങളില് എല്ലാം നമ്മള് എന്താ പറയാ നമ്മള് ആ ദേവിയുടെ ആയുധങ്ങളെല്ലാം പറയണം. അപ്പൊ വിശുദ്ധി ചക്രം എന്ന് പറയണ 16 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആകൃതിയിലുള്ളതാണ്. അപ്പൊ അതിന്റെ കർണികയില് ഡാകിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ നമുക്ക് ഈ നാമങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ആധാര ചക്രങ്ങളിലെല്ലാം അതിന് ഏതൊക്കെ ദേവതകൾ ഇരിക്കണു എന്ന് നമുക്ക് എന്താ പറയാ ഒന്ന് മുഴുവനായിട്ട് കാണാൻ നോക്കാം. കാരണം ഈ ഒരു ആധാര ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അതിനു മുമ്പേ തന്നെ ശരിക്കും പറഞ്ഞ അക്ഷരമാല സൃഷ്ടിക്രമം എന്ന് പറഞ്ഞ് സാധകർ അറിയേണ്ടതായിട്ട് ഒരെണ്ണമുണ്ട്. കാരണം അക്ഷര ശബ്ദത്തിന്റെ അർത്ഥം ക്ഷരമല്ലാത്തതെന്നാണ്, നാശമില്ലാത്തത്. ഇപ്പൊ ഈശ്വരീയമായിരിക്കുന്ന സ്പന്ദനങ്ങളാണ് ഓരോ അക്ഷരങ്ങളും അല്ലെ. ഇപ്പൊ പ്രപഞ്ച പരിണാമത്തിന്റെയും പ്രപഞ്ച സർവ്വചലനങ്ങളുടെയും അടിസ്ഥാന സ്പന്ദന വിശേഷങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ അതായത് ആ ഒരു സർവ്വ പദാർത്ഥങ്ങളുടെയും ആദി കാരണമായിരിക്കുന്ന ഈശ്വര സ്പന്ദനങ്ങളായതുകൊണ്ട് അവയ്ക്ക് മാതൃസ്ഥാനം എന്നാ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അക്ഷരങ്ങളെ നമ്മൾ മാതൃകാക്ഷരങ്ങൾ എന്നാ പറയുന്നത്. ഇപ്പൊ ഈ പ്രപഞ്ചം തന്നെ അക്ഷരമാലയാണ്. മന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അക്ഷരമാലയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ മുതൽ ഹാ വരെയുള്ള 50 അക്ഷരങ്ങളില് ഈ പ്രപഞ്ചം അടങ്ങണമെന്ന് പറയാറുണ്ട്. അപ്പൊ 51ാമത്തെ അക്ഷരമായിരിക്കുന്ന ക്ഷ അതിലൊരു പ്രപഞ്ച രഹസ്യമാണ്. കായും ക്ഷായും കൂടി ചേരുന്ന ക്ഷകാരം. ഇത് ശിവശക്തി സംയോഗത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ക്ഷം എന്നത് 50 അക്ഷരങ്ങളുടെ സമഷ്ടിയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു സഹസ്രാര മന്ത്ര ബീജമാണിത്. ഇപ്പൊ ക്ഷകാരമാണ് കുണ്ടലിനി എന്ന് തന്നെ ശാസ്ത്രം പറയുന്നുണ്ട്. ആ ഒരു ക്ഷകാരം ഭഗവതിയുടെ സ്വരൂപം തന്നെയാണ്. ചന്ദ്രന്റെ 15 കലകളും 16ാമത്തെ കലയിൽ ലയിച്ചു പോകുന്നതിനെയാണ് അക്ഷര സ്വരൂപിണിയായിരിക്കുന്ന മഹാമായ ക്ഷകാരത്തിലാണ് ലയിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അകാരാദി ആ ഒരു അകാര ദീക്ഷ അകാരത്തിൽ തുടങ്ങി ക്ഷകാരാന്തമായിരിക്കുന്ന അക്ഷരമാല സൃഷ്ടിക്രമമാണ്. അപ്പൊ ആ മുതൽ ക്ഷാവര സ്വര വ്യഞ്ജനങ്ങൾ ശിവശക്തി സ്വരൂപങ്ങൾ തന്നെയാണ്. ഇപ്പൊ 16 സ്വരങ്ങള് സോമാത്മകമാണ്, 35 വ്യഞ്ജനങ്ങൾ സൂര്യ അഗ്നി ആത്മകവുമാണ്. അപ്പൊ ഇങ്ങനെ 51 അക്ഷരങ്ങൾ ചേരുമ്പോൾ പ്രപഞ്ചത്തിന്റെ ബീജമായിട്ട് തീരുകയാണ്. അങ്ങനെ 51 അക്ഷരങ്ങള്
അപ്പൊ അങ്ങനെയാണ് ഈ പ്രപഞ്ചം രൂപീകൃതമാകുന്നെന്ന് പറയണത്. അപ്പൊ 16 സ്വരങ്ങൾ ശിവതത്വങ്ങളാണ്. ശിവൻ എല്ലായ്പ്പോഴും ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വരങ്ങളെ ഒന്നായിട്ട് എടുക്കണം. വ്യഞ്ജനങ്ങള് ശക്തി തത്വങ്ങളാണ്. ശക്തിക്ക് പല പല ഭേദങ്ങളുണ്ട്. ഇപ്പൊ 35 ശക്തി തത്വവും ഒന്നായി നിൽക്കുന്ന ശിവതത്വവും കൂടി 36 എന്നുള്ള പ്രപഞ്ച തത്വത്തിലേക്ക് വരികയാണ്. ഇപ്പൊ മാതൃ അക്ഷര ന്യാസത്തിൽ ഇതിന്റെ പദ്ധതി പൂർണ്ണമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം സ്വരാക്ഷരങ്ങൾ ആ മുതൽ അഹ വരെ, വ്യഞ്ജനാക്ഷരങ്ങൾ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, യാര, ലാവ, ശാഷ, സാഹ, ള, ക്ഷ. അപ്പൊ മേൽപ്പറഞ്ഞ പഞ്ചവർഗങ്ങള് കച്ചട്ട തപ. ഇപ്പൊ കാ മുതൽ മാ വരെ 25 അക്ഷരങ്ങളെ സ്പർശം എന്ന് വിളിക്കുന്നു. ഈ 25 അക്ഷരങ്ങൾ സൂര്യാത്മകങ്ങളാണ്. ഇവ പഞ്ചഭൂതങ്ങളെ നേരിട്ട് സ്പർശിക്കുന്നത് കൊണ്ടാണ് സ്പർശം എന്ന് പറയുന്നത്. സൂര്യമണ്ഡലം അല്ലെങ്കിൽ ആകാശം, വായു തത്വങ്ങൾ ഉൾപ്പെട്ടതാണ്. യാ മുതൽ ക്ഷ വരെ മണ്ഡലാത്മകങ്ങളായിരിക്കുന്ന 10 വ്യഞ്ജനങ്ങളാണ്. അതിനെ വ്യാപകങ്ങള്. അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞാൽ അഗ്നി, അപ്പ, പൃഥ്വി എന്നിവയാണ്. ഈ 25 അക്ഷരങ്ങള് പൃഥ്വി മുതൽ പുരുഷൻ വരെയുള്ള 25 തത്വങ്ങളാണ്. അക്ഷരമാലയുടെ മുഴുവൻ അക്ഷരങ്ങളും വശിനി മുതൽ കൗളിനി വരെയുള്ള വാഗ്ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ അക്ഷരമാലയിലെ 51 അക്ഷരങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ദേവതകള്, താന്ത്രിക ദേവതകള്, ധ്യാനങ്ങള്, മന്ത്രങ്ങള് എല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഭൂതവിന്യാസത്തില് ആ ഒന്നാം വ്യഞ്ജന ദേവതയായിട്ട് ഇതേപോലെ ഓം കം നമ എന്നുള്ള മന്ത്രം പൊതുവായിട്ട് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു താന്ത്രിക മന്ത്രസ്വരൂപം മറ്റൊന്നാകും. ഇപ്പൊ സപ്തസ്വര ധ്യാനങ്ങള്, സപ്ത മന്ത്രങ്ങള് സംഗീത കലാകാരന്മാര് അവരുടെ സംഗീത സാധനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ സ്വരാക്ഷരക്ക് എല്ലാത്തിനും ദേവതകളുണ്ട്. ആ അമൃതാദേവി, ഈ ഇന്ദ്രാണി ദേവി, ഉമാദേവി, ഋദ്ധിദായി ദേവി, ഇങ്ങനെ എല്ലാ ദേവതകളുടെ പേരുണ്ട് അല്ലെ. അക്ഷരാദേവി, അങ്ങനെ ആ, അഹ. വ്യഞ്ജനാക്ഷരങ്ങൾക്കും അതുപോലെ കാളരാത്രി, ഗായത്രി ദേവി, അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ദേവതകളുടെ പേരുണ്ട്. അപ്പോ ഡാഗിനി, രാഗിനി, ലാഗിനി, കാഗിനി, സാഗിനി, ഹാഗിനി, യാഗിനി തുടങ്ങിയിട്ടുള്ള സപ്തയോഗിനികള് അവരവരുടെ അക്ഷരശക്തിയോടൊപ്പം മൂലാധാരം മുതൽ ആജ്ഞ വരെ വിന്യസിച്ചിരിക്കുകയാണ്. സഹസ്രാരത്തിലാണെങ്കിൽ മേൽപ്പറഞ്ഞ അക്ഷരങ്ങളെല്ലാം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഡാഗിനി എന്ന് പറയുന്നത് വിശുദ്ധി ചക്രം, ത്വക്ക്, രാഗിനി അനാഹത ചക്രം, രക്തം, ലാഗിനി മണിപൂരക ചക്രം, മാംസം, കാഗിനി സ്വാധിഷ്ഠാന ചക്രം, മേധസ്, സാഗിനി മൂലാധാര ചക്രം, അസ്ഥി, ഹാഗിനി ആജ്ഞാചക്രം, മജ്ജ, യാഗിനി സഹസ്രാരം, ശുക്ലം. അപ്പൊ അകാരാദി ക്ഷകാരാന്തമുള്ള എല്ലാ അക്ഷര ദേവതകളും ഈ ഒരു ശക്തികളും സഹസ്രാരത്തിലുണ്ട്. അപ്പോ ഡാഗിനിയുടെ ശക്തികൾ ആ മുതൽ അം വരെ, രാഗിനിയുടെ ശക്തികൾ കാ മുതൽ ഠ വരെ, ലാഗിനി ശക്തികൾ ഡാ മുതൽ ഭാ വരെ, കാഗിനിയുടെ ശക്തികൾ ബാ മുതൽ ലാ വരെ, സാഗിനിയുടെ ശക്തികൾ വാ മുതൽ സാ വരെ, ഹാഗിനിയുടെ ശക്തികൾ ഹാ മുതൽ ക്ഷ വരെ, യാഗിനിയുടെ ശക്തികൾ ആ മുതൽ ക്ഷ വരെ. അപ്പൊ ഇങ്ങനെ ഇനി വരുന്ന 64 നാമങ്ങളും എന്താ പറയാ ദേവിയുടെ എന്താ പറയാ ഈ ഓരോ ചക്രങ്ങളിരിക്കുന്ന ദേവതാമാരുടെ അവരും അതിന്റെ ശക്തികളെയാണ് പറയുന്നത്. അപ്പോ നമുക്ക് എന്താ പറയാ ഇതിനെല്ലാം നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയാ പറഞ്ഞു പോണെങ്കിൽ, കാരണം ഇതിനെ നമുക്ക് ഷഡ്ചക്രങ്ങളും കുണ്ടലിനിയും എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ ഇതിന്റെ കൂടെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ, കാരണം ഈ നാമങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ നാമങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇപ്പൊ ഞാൻ അതിന്റെ നാമങ്ങളും ദേവതകളും പറഞ്ഞു പോകാം. ഷഡ്ചക്രം കുണ്ടലിനി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് അവസാനം ഓരോ ദേവതകളെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. എന്താ? അപ്പൊ നമുക്ക് ദേവതകളിലൂടെ ഇപ്പൊ നമുക്ക് പോകാം. കാരണം ഇത്രയും ദേവതകളെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറയുക ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താ പറയാ ഇപ്പൊ നമ്മൾ വിശുദ്ധി ചക്ര, നിലയ, രക്തവർണ്ണ അത്രയും കണ്ടു അല്ലെ. ഖഡ്വാങ്കാദി പ്രകരണ, വദനൈക സമന്വിത. അപ്പൊ ഇത് നമുക്ക് എന്താണ് ഇവിടുത്തെ ദേവികള്, കാരണം അപ്പോ വിശുദ്ധി ചക്രം 16 ഇതളുള്ള താമരപ്പൂവിന്റെ ആകൃതിയാണെന്ന് നമ്മൾ കണ്ടു. ഡാഗിനി രൂപത്തിൽ അവിടെ ദേവി സ്ഥിതി ചെയ്യുന്നു. ആരക്തവർണ്ണ വിശുദ്ധി ചക്രത്തിൽ ഡാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിയുടെ വർണ്ണം ആരക്തമാണ് എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നുണ്ട്. പാടലി കുസുമത്തിന്റെ ആരക്തവർണ്ണാണ് ഇവിടെ ദേവിക്ക്. ത്രിലോചന 3 കണ്ണുകളുള്ളവള്, ഖഡ്വാങ്കം തുടങ്ങിയ പ്രഹരണ ആയുധങ്ങളോട് കൂടിയവൾ അല്ലെ. കട്ടിൽ കാലിന്റെ ആകൃതിയിലുള്ള ഒരു ആയുധമാണ് ഖഡ്വാങ്കം. അപ്പൊ ദണ്ഡിൽ കോർത്തിരിക്കുന്ന ആ ഒരു നരമസ്തകം എന്നും ഖഡ്വാങ്കത്തിന് അർത്ഥമുണ്ട്.
മറ്റായുധങ്ങളെല്ലാം ധ്യാന ശ്ലോകത്തിൽ നമുക്ക് എടുക്കണം. കാരണം ഖഡ്ഗം, ത്രിശിഖം, 3 മുനയുള്ള ശൂലം, മഹാചർമ്മം, നരചർമ്മം കൊണ്ടുണ്ടാക്കിയ പരിച, ഇതാണ്. വദനൈക്ക് സമന്വിത, ഒരു വദനത്തോടു കൂടിയവൾ. മറ്റു ചക്രങ്ങള് ഇനി വിവരിക്കുമ്പോൾ ദേവിക്ക് ഒന്നിലധികം മുഖങ്ങളായിട്ട് കാണാൻ പറ്റും. പായസാന്നപ്രിയ, അപ്പൊ പയോരൂപത്തിലുള്ള അന്നം, അതാണ് പായസാന്നത്തിൽ പ്രിയമുള്ളവൾ. ത്വക്സ്ത, ത്വക്കെന്ന് പറഞ്ഞാൽ ത്വക്കില് സ്ഥിതി ചെയ്യുന്നവൾ, തൊലി. പശുലോക ഭയങ്കരി, പശുലോകത്തിന് ഭയങ്കരിയായിരിക്കുന്നവൾ. പശു എന്ന പദത്തിന് എന്താണ് അർത്ഥം? മൃഗം അല്ലെ? സാമാന്യമായിരിക്കുന്ന അർത്ഥമാണ് മൃഗം. അപ്പോ ഇവിടെ മൃഗശൂന്യമായിരിക്കുന്ന മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വിദ്യാവിഹീന പശുഹു എന്ന ആപ്തവാക്യം. വിഹീനനായിരിക്കുന്ന മനുഷ്യൻ മൃഗതുല്യനായതുകൊണ്ട് അവനെ പശു എന്ന് വിളിക്കുന്നു. സന്ദർഭം കൊണ്ട് വിദ്യ എന്ന പദത്തിന്റെയും അർത്ഥം ആലോചിക്കേണ്ടിയിരിക്കണം അല്ലെ? ശരിക്കും പറഞ്ഞാല് ആ ഒരു പശുലോകത്തിന് ഭയങ്കരിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ പരാശക്തിയും താനും പ്രപഞ്ചവും ഒന്നാണെന്നുള്ള ബോധമാണ് അദ്വൈത വിദ്യ അല്ലെ? ആ ബോധമില്ലാത്തവന് ഭയങ്കരിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ദേവി സൗമ്യവും ഭയാനകവുമായിരിക്കുന്ന രൂപങ്ങള് സന്ദർഭാനുഗുണമായിട്ട് സ്വീകരിച്ചതായിട്ട് നമ്മൾ പുരാണങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ ഭയാനകങ്ങളായിരിക്കുന്ന രൂപങ്ങള് അവിദ്യാന്മാരെ, അവിദ്യ ഉള്ളവരെ, ഉള്ള പശുക്കളെ മാത്രമേ ഭയപ്പെടുത്തുന്നുള്ളൂ. വിദ്യാവാന്മാർക്ക് അതിൽ ഭയമില്ല. കാരണം എന്താ? ഏത് രൂപം ധരിച്ചാലും ദേവി ജഗന്മാതാവാണ്, കാരുണ്യമാണെന്നുള്ള ബോധം അവർക്കുണ്ടാകും. അപ്പൊ അജ്ഞാനിയായിരിക്കുന്ന മനുഷ്യൻ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ദുരാചാരിയായിട്ടും ദുരാചാര നിരതന്മാരായിട്ടും ക്രൂരകർമ്മങ്ങളും ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഭയങ്കരിയായിരിക്കുന്നവൾ അമൃതാദി മഹാശക്തി സമൃദ്ധ. അപ്പോ പായസാന്നപ്രിയ എന്ന് പറഞ്ഞാൽ പായസം, അന്നം പ്രിയമായിട്ടിരിക്കുന്നവൾ. മധുരാന്നം, ത്വക്സ്ത, ത്വക്ക് എന്ന് പറയുന്ന സ്പർശന ഇന്ദ്രിയ ശക്തിക്ക് ആധാരമായിരിക്കുന്നവൾ. പശുലോക ഭയങ്കരി, ജീവികൾക്ക്, ജീവജാലങ്ങളിൽ ഭയത്തിന് കാരണമായിരിക്കുന്നവൾ. ലൗകികതയ്ക്ക് ഭയമുണ്ടാക്കുന്നവൾ. അമൃതാദി മഹാശക്തി സമൃദ്ധ, അമൃത ആദിയായിരിക്കുന്ന മഹാ പ്രാണോർജങ്ങൾ ആയിരിക്കുന്ന ശക്തികളാൽ ആവരണം ചെയ്യപ്പെട്ടവൾ. അമൃത, ആകർഷിണി, ഇന്ദ്രാണി, ഈശാനി, ഉമ, ഊർധ്വകേശി, രുദ്ര, രികര, ലികര, ലുകര, ഏകപാദ, ഐശ്വര്യാത്മിക, ഓംകാര, ഔഷധി, അംബിക, അക്ഷര. ഇതാണ് ആ പ്രാണോർജങ്ങള്. ഡാഗിനീശ്വരി, ഡാഗിനി എന്ന സൂക്ഷ്മ ശക്തിക്ക് ആധാരമായവൾ. ഇപ്പൊ കുണ്ടലിനി അനാഹത ചക്രത്തെ പ്രവേശിക്കുമ്പോൾ ഉണരുന്ന ശക്തി വിശേഷമാണ് ഡാഗിനി. അപ്പോ അമൃതാദി മഹാശക്തി സമൃദ്ധ എന്ന് പറയുമ്പോൾ അമൃത തുടങ്ങിയ മഹാശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. 16 ഇതൾ, നമ്മളിപ്പോ വിശുദ്ധി ചക്രമാണ് കാണുന്നത്. 16 ഇതളുകളുള്ള കമലത്തിന്റെ രൂപമാണ് വിശുദ്ധി ചക്രം എന്ന് നമ്മൾ കണ്ടു ഇല്ലേ? അതിന്റെ കർണികയില് മഹാദേവി മുൻ നാമങ്ങൾ സൂചിപ്പിച്ച പ്രകാരം ആരക്തവർണയും ത്രിലോചനയും ഖട്വാങ്കാദികളായിട്ടുള്ള പ്രഹരണ ആയുധങ്ങൾ ധരിച്ചവളും ഏകവദനയും പായസാന്നപ്രിയയും ത്വക്സ്തായും പശുലോക ഭയങ്കരിയുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇപ്പൊ ചുറ്റുമുള്ള 16 ദളങ്ങളില് അമൃത തുടങ്ങി 16 ശക്തികൾ ദേവിയെ സേവിച്ചു നിൽക്കുന്നു. അപ്പോ ഈ ദേവിയുടെ 16 ശക്തികളുടെ പേര് ഇപ്പൊ നമ്മൾ കണ്ടു. ഇത് എന്താ പറയുക, ഇതില് ആദ്യത്തെ 2 പേരുകള് ഭാസ്കരാചാര്യരും തന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശ്രീചക്രത്തിനുള്ളിലെ സർവാശ പരിപൂരക ചക്രം എന്ന് പറയുന്ന 16 ദളങ്ങളില് നമ്മൾ ആഗ്രഹം, ബുദ്ധിശക്തി, അഹങ്കാരം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ചിത്തം, ധൈര്യം, സ്മൃതി, നാമം, ബീജം, ആത്മാവ്, അമൃതം, ശരീരം എന്നിവയെ ആകർഷിക്കുന്നു. അപ്പൊ 16 ശക്തികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ. അവർക്ക് യഥാക്രമം കാമാകർഷിണി, ബുദ്ധിയാകർഷിണി, അഹങ്കാരാകർഷിണി, ശബ്ദാകർഷിണി, സ്പർശാകർഷിണി, രൂപാകർഷിണി, രസാകർഷിണി, ഗന്ധാകർഷിണി, ചിത്താകർഷിണി, ധൈര്യാകർഷിണി, സ്മൃത്യാകർഷിണി, നാമാകർഷിണി, ബീജാകർഷിണി, ആത്മാകർഷിണി, അമൃതാകർഷിണി, ശരീരാകർഷിണി എന്ന ധർമ്മനിഷ്ഠിതമായിട്ടുള്ള പേരുകളുമുണ്ട്. ഈ ശക്തികൾ തന്നെയാണ് അമൃതാദി മഹാശക്തികളെന്ന് നമുക്ക് മനസ്സിലാക്കണം. അമൃത തുടങ്ങിയ മഹാശക്തികളാൽ സമൃദ്ധയായിരിക്കുന്നവൾ. അപ്പൊ ഇത് എന്താ പറയാ, ഖഡ്ഗമാല എന്ന് പറയുന്ന ശ്രീചക്രത്തിലെ ദേവിമാരെ സ്തുതിക്കുന്നതിലിരിക്കുന്ന 16 ഷോഡശതല പത്മത്തിലെ ആധാര ദേവതകളാണ്. അപ്പൊ അടുത്തതോ ഡാഗിനീശ്വരി, ഡാഗിനി എന്ന പേരുള്ള ഈശ്വരി. ഇപ്പൊ ഡാഗിനി എന്ന പദത്തിന് ദേവി പരിചാരകരായിരിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ പൈശാച വർഗത്തിൽപ്പെട്ട ദേവത എന്ന അർത്ഥമുണ്ട്. ഇപ്പൊ ഡാഗിനിമാർക്ക് ഈശ്വരി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കണം ഇത്.
ഇപ്പൊ പ്രാമാണികരായിരിക്കുന്ന വ്യാഖ്യാതാക്കൾ എല്ലാം ഡാകിനി എന്ന പേരുള്ള ഈശ്വരി എന്നുള്ള വ്യാഖ്യാനമാണ് നമ്മൾ സ്വീകരിച്ച് കാണാറുള്ളത്. അപ്പൊ ഡാകിനീശ്വരി എന്ന് പറയുന്ന ദേവി. അപ്പൊ അത് നമുക്ക് എവിടെയാണ് അടുത്തതെന്ന് നോക്കണം. കാരണം ഡാകിനി എന്നുള്ള സൂക്ഷ്മ ശക്തിക്ക് ആധാരമായിരിക്കുന്നവൾ. കുണ്ടലിനി അനാഹത ചക്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണരണ ശക്തിയുടെ പേരാണ്, വിശേഷ ശക്തിയാണ് എന്താണ്, ഡാകിനി. അപ്പൊ അനാഹതാബ്ജ നിലയ ശ്യാമാഭ വദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത. അടുത്ത ചക്രത്തിലോട്ട് പ്രവേശിക്കണം. വിശുദ്ധി എന്ന് നമ്മൾ താഴോട്ട് വരികയാണ്. അടുത്ത ചക്രം അനാഹതാബ്ജ നിലയം, അനാഹത അബ്ജ നിലയം. അനാഹതം എന്ന ചക്രത്തിലെ താമരയിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് അനുഭവം ഉണ്ടാക്കുന്നവൾ. ശ്യാമാഭ, ശ്യാമ ആഭ, ശ്യാമവർണ്ണത്തിൽ ശോഭിക്കുന്നവളായിട്ട് യോഗിനികൾക്ക് ദർശനം നൽകുന്നവൾ. വദനദ്വയ, രണ്ട് മുഖങ്ങൾ, ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് മുഖങ്ങളായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. ദംഷ്ട്രോജ്വല, ദംഷ്ട്രങ്ങൾ കൊണ്ട് ഉജ്ജ്വലയായിരിക്കുന്നവൾ, ദംഷ്ട്രങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവൾ. അങ്ങനെയാണ് ദേവി അവിടെ ദർശനം കൊടുക്കുന്നത്. അക്ഷമാലാദിധര, അക്ഷം മാല ആദിധര. അക്ഷമാല എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷമാല, മാല എന്ന് പറഞ്ഞാൽ തുടർച്ച, ധര ധരിച്ചവൾ. ഇപ്പൊ രുദ്രാക്ഷമാല ആദിയായ മാലകൾ ധരിച്ചവളായിട്ട് ദർശനം കൊടുക്കുന്നവൾ. രുധിര സംസ്ഥിത, രുധിരം എന്ന് പറഞ്ഞാൽ രക്തം എന്ന ധാതു, സംസ്ഥിത എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ രക്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തിക്ക് ആധാരമായിരിക്കുന്നവൾ. കാളരാത്രിയാദി ശക്തൗഘവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്ര വരദ രാക്കിണ്യംബ സ്വരൂപിണി. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓരോ ചക്രങ്ങളും നമുക്ക് ഒരുമിച്ച് കണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോ കാളരാത്രിയാദി ശക്തൗഘവൃത, കാളരാത്രി ആദിശക്തികൾ. ഓഖം എന്ന് പറഞ്ഞാല് കൂട്ടം അല്ലേ, ആവൃത വലയം ചെയ്യപ്പെട്ടത്. ഓഖം കാളരാത്രി ആദിയായിരിക്കുന്ന നിഗൂഢ ശക്തികളുടെ കൂട്ടത്താൽ ആവരണം ചെയ്യപ്പെട്ടവൾ. അപ്പൊ യോഗ സാധകർക്ക് മാത്രം അനുഭവമാകുന്ന ശക്തികളാണ് ഈ ശക്തികളെല്ലാം തന്നെ. സ്നിഗ്ധൗദന പ്രിയ, സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എണ്ണമയമുള്ള, നെയ്മയമുള്ള, ഓദനം എന്ന് പറഞ്ഞാൽ അന്നം. ഇപ്പൊ നെയ്ച്ചോറ് അല്ലെങ്കിൽ നെയ് പായസം തുടങ്ങിയ നിവേദ്യങ്ങള് ഇഷ്ടപ്പെടുന്നവൾ. മഹാവീരേന്ദ്ര വരദ, മഹാവീരേന്ദ്ര വരദ, മഹാവീരന്മാരായിരിക്കുന്ന യോദ്ധാക്കൾക്ക് വരം നൽകുന്നവളായിട്ട്. അതായത് ധർമ്മരക്ഷയ്ക്കായിട്ട് യുദ്ധം ചെയ്യുന്നവരാണ് മഹാവീരേന്ദ്രന്മാരില്ലേ, അവർക്ക് വരം കൊടുക്കുന്നവളായിട്ടിരിക്കുന്നു. രാകിണ്യംബ സ്വരൂപിണി. ഇവിടെ ഇരിക്കുന്ന ദേവിയുടെ പേരെന്താ? അനാഹത ചക്രത്തിൽ രാകിണി, രാകിണി അംബ സ്വരൂപിണി. രാഗിണി എന്ന സ്വരൂപത്തിൽ പരാശക്തി എന്ന് പറയുന്ന ലളിതാംബിക ഇവിടെ ആരാധിക്കപ്പെടുന്നു. രാകിണ്യ അംബ അല്ലെ, അംബയായവൾ. അപ്പൊ 485 മുതൽ 493 വരെ നാമങ്ങളിൽ പറഞ്ഞ സ്വരൂപമാണ് രാകിണി എന്ന് പറയുന്ന രൂപം. അപ്പൊ നമുക്കത് ഒന്ന് നോക്കാം. കാരണം ഷഡാധാരങ്ങളിൽ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് എണ്ണിയാല് 4-ാമത്തേതാണ് അനാഹത ചക്രം അല്ലെ. ഇപ്പൊ ഡാകിനി എന്ന പേരുള്ള ഈശ്വരി, ഡാകിനി എന്ന പദത്തിന് ദേവി പരിചാരകയായിരിക്കുന്ന ഒരു പൈശാചിക ദേവത എന്നൊക്കെ നമുക്ക് എടുക്കാം. കാരണം ഷഡാധാരങ്ങളില് 4-ാമത്തെ അനാഹത ചക്രം മണിപൂരകത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, വിശുദ്ധി ചക്രത്തിന് കീഴില്. ഇപ്പൊ ഹൃദയത്തിനടുത്താണ് ഇതിന്റെ സ്ഥാനം അല്ലെ. അതിന് ഹൃത് ചക്രം എന്നാണ് പേര്. 12 ദളങ്ങളുള്ള കമലത്തിന്റെ രൂപത്തിലുള്ള അനാഹത ചക്രത്തിന്റെ കർണികാ സ്ഥാനത്താണ് രാകിണി എന്ന് പേരുള്ള, രാകിണി എന്ന് പേരുള്ള ലോകമാതാവായിരിക്കുന്ന ലളിതാംബിക സ്ഥിതി ചെയ്യുന്നത്. അനാഹത ചക്രമാകുന്ന കമലത്തിന്റെ കർണികയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അനാഹതാബ്ജ നിലയ. ശ്യാമാഭ, ശ്യാമമായിരിക്കുന്ന കറുത്ത നിറത്തോട്, ആഭയോട് കൂടിയവൾ, കാന്തിയോട് കൂടിയവൾ. കാരണം ധ്യാന ശ്ലോകത്തിൽ രാഗിണി ദേവിയെ ശ്യാമവർണ്ണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ 16 വയസ്സുള്ള കന്യക ശ്യാമ എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ആ രൂപത്തോട് കൂടിയവൾ. വദനദ്വയ, 2 മുഖമുള്ളവൾ. ദംഷ്ട്രോജ്വല, ദംഷ്ട്രങ്ങളെ കൊണ്ട് ഉജ്ജ്വലയായിട്ടിരിക്കുന്നവൾ, ശോഭിക്കുന്നവൾ ഇല്ലെ. അണയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വളർന്നു നിൽക്കുന്ന പല്ലിനെയാണ് നമ്മൾ ദംഷ്ട്രം എന്ന് പറയുന്നത് അല്ലെ, വീരപ്പല്ലെന്നും പറയും. ഇപ്പൊ ദംഷ്ട്രം കൊണ്ട് ശോഭിക്കുന്നവൾ. അപ്പൊ കുറച്ച് ഭയാനകമായ രൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്ഷമാലാദിധര, അക്ഷമാല തുടങ്ങിയവ ധരിച്ചവൾ. അക്ഷമാല ജപിക്കുമ്പോൾ എണ്ണം പിടിക്കാൻ ഉപയോഗിക്കുന്ന മാലയാണ് നമ്മൾ അക്ഷമാല എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെ? അപ്പൊ ധ്യാന ശ്ലോകത്തിലെ ആയുധങ്ങള് അക്ഷമാല, ശൂലം, കപാലം, ഡമരു അല്ലെ. അപ്പോ ഇതാണ് ആയുധങ്ങള് അമ്മയുടെ. ഇപ്പൊ മുൻപ് ഉദ്ധരിച്ച ധ്യാന ശ്ലോകത്തിൽ ചക്രം, ശൂലം, കപാലം എന്ന പാഠഭേദമുണ്ട്. അപ്പൊ കൃപാലം എന്ന് നമുക്ക് എടുക്കാം. ദേവിയുടെ ഒരു ആയുധം ചക്രമാണ്. ഈ പാഠം കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നുണ്ട്. അപ്പൊ അക്ഷമാല എന്ന പദത്തെ ആ ഒരു
അക്ഷസ്യ മാല. കാരണം അക്ഷത്തിന് ആ ഒരു രഥാംഗം എന്ന അർത്ഥം കൽപ്പിച്ച് ചക്രം എന്ന് വ്യാഖ്യാനിക്കുന്നു. അപ്പൊ മാ എന്നതിന് കാന്തി എന്നും അക്ഷത്തിന്റെ കാന്തി ഉള്ളത് ഉള്ള അർത്ഥത്തിൽ ചക്രം എന്നും എടുക്കാം. അപ്പോ ഇത് വളരെ ക്ലിഷ്ടമാണെങ്കിലും ആചാര്യന്റെ വ്യാഖ്യാനം വളരെ സ്വീകാര്യവുമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം. അക്ഷമാലാതിധര, രുധിര സംസ്ഥിത, രുധിരത്തില് രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, രക്തത്തിന്റെ എന്ന് പറയുന്ന ധാതുവിന്റെ അധിഷ്ഠാന ദേവത. കാളരാത്രിയാദി ശക്തിൗഘവൃത, കാളരാത്രി തുടങ്ങിയ ശക്തി സമൂഹങ്ങളാല് ആവൃതയായിട്ടിരിക്കുന്നവൾ, 12 ദളങ്ങളുള്ള അനാഹതാബ്ജത്തിന്റെ കർണികയില് രാക്കിണി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിയെ സേവിച്ചുകൊണ്ട് കാളരാത്രി തുടങ്ങിയ 12 ശക്തികള് അവിടെ സ്ഥിതി ചെയ്യണു. ഇപ്പൊ കാളരാത്രി എന്ന് പറഞ്ഞാൽ എന്താ? പ്രളയ സ്വരൂപിണിയായിരിക്കുന്ന സർവസംഹാരക ശക്തിയാണ്. അപ്പൊ പ്രകൃതിസ്ത്വം ച സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രി ദാരുണ എന്ന് ദേവി മഹാത്മ്യത്തിൽ ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്നുണ്ട് അല്ലേ? അപ്പോ രൗദ്രി തപോരഥാ ദേവി താമസി ശക്തിരുത്തമ സംഹാരകാരിണി നാംന കാളരാത്രി താം വിദുഹു. ഇപ്പൊ കാളരാത്രിയോടുകൂടി അനാഹത ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു ശക്തികളുടെ പേര് ഖണ്ഡിത, ഗായത്രി, ഖണ്ഡാകർഷിണി തുടങ്ങിയവരാണ്. അപ്പോ എന്താണ് ദേവിക്ക് ഇഷ്ടം? സ്നിഗ്ധൗദന പ്രിയ, സ്നിഗ്ധൗദനം നെയ്ച്ചോറ് ഇഷ്ടപ്പെടുന്നവൾ. മഹാവീരേന്ദ്ര വരദ, ഇപ്പൊ മഹാവീരൻ, ഇന്ദ്രൻ തുടങ്ങിയവർക്ക് വരദയായിട്ടുള്ളവൾ. മഹാവീരൻ എന്ന പദത്തിന് വിഷ്ണു എന്ന അർത്ഥമുണ്ട്. വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയവർക്ക് ദേവി വരദയാണ് അല്ലെ? ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കും ഉചിതമായി ഉപരിയായിട്ട് ലളിതാംബികയുടെ മഹാത്മ്യം ഇവിടെ വളരെ എന്താ പറയാ സുചിത്രമായിട്ട് പറയുകയാണ്. അപ്പൊ മഹാവീര ശബ്ദത്തിന് ഹനുമാൻ എന്നും ഗരുഡൻ എന്നും അർത്ഥമുണ്ട്. ഈ അർത്ഥത്തില് ഹനുമാന് വരം കൊടുത്തവൾ, ഗരുഡന് വരം കൊടുത്തവൾ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനം എടുക്കാം. മഹാന്മാരായിരിക്കുന്ന വീരന്മാരാൽ ശ്രേഷ്ഠമായവർക്ക് വരദയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ മഹാവീര ശബ്ദത്തിന് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ബ്രഹ്മാവിനൊക്കെ സമാനമായിട്ടിരിക്കുന്നവർ എന്നൊക്കെ പറയുന്നുണ്ട് സൗഭാഗ്യഭാസ്കരത്തില്. അപ്പോ ഇന്ദ്രശബ്ദത്തിന് ബ്രഹ്മവിത്ത്. അപ്പൊ ഇങ്ങനെ മഹാവീരേന്ദ്രന്മാർക്ക്, അതായത് ബ്രഹ്മരൂപമായിരിക്കുന്ന അമൃതം പാനം ചെയ്യുന്ന ജ്ഞാനികൾക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക് വരദയായിട്ടിരിക്കുന്നവൾ, വരം കൊടുക്കുന്നവൾ. ശരിക്കും പറഞ്ഞാല് ത്രിതയ ഭോക്ത വീരേശ എന്ന് ശിവസൂത്ര വാക്യപ്രകാരം ജാഗരം, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളിലും തുര്യാനുസന്ധാനപരമായിരിക്കുന്ന യോഗികളെയാണ് വീരേന്ദ്രന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തില് മഹാ എന്ന വിശേഷണം ശ്രേഷ്ഠതയെ കുറിക്കുന്നതാണ്. മഹാന്മാരും ജിതേന്ദ്രിയരുമായിരിക്കുന്ന യോഗികൾക്ക് വരദാനം കൊടുക്കുന്നവൾ. അപ്പൊ മഹാവീര ശബ്ദം പ്രഹ്ലാദനെ കുറിക്കുന്നുണ്ട്. പ്രഹ്ലാദനും ഇന്ദ്രനും വരദയായിട്ടിരിക്കുന്നവൾ എന്നെടുക്കാം. ഇന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ 100 ദിവ്യവർഷക്കാലം യുദ്ധം ചെയ്തുവെന്നും പിന്നീട് രണ്ടുപേരും ദേവിയെ ആരാധിച്ചുവെന്നും ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ദേവി ആരാണ്? അപ്പൊ ഈ അനാഹത ചക്രത്തിലിരിക്കുന്ന ദേവി രാകിണ്യംബ സ്വരൂപിണി, രാഗിണി എന്ന് പറയുന്ന അമ്പയുടെ സ്വരൂപത്തിലുള്ളവൾ. ഇപ്പം എന്താ പറയാ, അടുത്ത ചക്രമായിരിക്കുന്ന അനാഹത ചക്രം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? മണിപൂരക ചക്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? അപ്പോ അടുത്തത് മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമിര്യാധിപിരാവൃത. ഇപ്പൊ മണിപൂരാബ്ജ നിലയ, മണിപൂരക അബ്ജ നിലയ, മണിപൂരകം എന്ന ചക്രത്തിന്റെ താമരയിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. വദനത്രയ സംയുത, വദനം എന്ന് പറഞ്ഞാൽ മുഖത്രയം 3, സംയുത ചേർന്നവൾ. 3 മുഖങ്ങളുടെ രൂപത്തില്, മുഖങ്ങൾ ഉണ്ടോന്ന് ഉള്ള രൂപത്തില് ദർശനം നൽകുന്നവൾ. വജ്രാധികായുധോപേത, വജ്രാദി ആയുധങ്ങൾ ഉപേത, വജ്രമാദിയായിരിക്കുന്ന ആയുധങ്ങളോട് കൂടിയവൾ. വജ്രം, കുന്തം, വടി, അഭയം ആയുധമല്ല, മുദ്രയാണ്. ഇപ്പൊ ഡാമര്യാദിപിരാവൃത, ഡാമരി ആദിപി ആവൃത, ഡാമരി ആദിയായിരിക്കുന്ന ദേവതാ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. അപ്പോ എന്താ പറയാ, രക്തവർണ മാംസനിഷ്ഠ ഗൂഢാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാക്കിന്യംബ സ്വരൂപിണി. ഇനി ആരെയാ പറയാൻ പോകുന്നത്? ലാക്കിന്യംബ അല്ലെ? ലാക്കിനി എന്നുള്ള രൂപത്തിലിരിക്കുന്ന ദേവി എവിടെയാണ്? മണിപൂരക ചക്രത്തില്. ആ ദേവി എന്താണ്? രക്തവർണ, ചുവന്ന നിറമുള്ളവളായിട്ട് യോഗിക്ക്
ദർശനം നൽകുന്നു, യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. മാംസനിഷ്ഠ, മാംസം എന്ന് പറയുന്ന ധാതുവിന് ആധാരമായിരിക്കുന്നവൾ. രക്തം, രസം, രക്തം, മാംസം, മജ്ജ, അസ്ഥി, ശുക്ലം, മേധസ് എന്നിവയാണ് സപ്തധാതുക്കൾ. അവയില് മാംസം അത് സപ്തം എന്ന് പറഞ്ഞാൽ 7. അപ്പൊ ഗൂഢാന്ന പ്രീത മാനസ, ഗൂഢം എന്ന് പറഞ്ഞാൽ ശർക്കര, അന്നം നിവേദ്യം. അപ്പൊ ശർക്കര പായസം അല്ലെ നിവേദ്യം ഇഷ്ടപ്പെടുന്നവൾ. സമസ്ത ഭക്ത സുഖത, സമസ്ത സമ്പ്രദായങ്ങളിലെയും ഭക്തന്മാർക്ക് സുഖം കൊടുക്കുന്നവൾ അല്ലെ. ലാകിന്യംബാ സ്വരൂപിണി, ഇവിടത്തെ അമ്മ എന്താ? നമ്മൾ ലളിതാംബിക, ലളിതാ പരമേശ്വരി ഇവിടെ എന്തായിട്ട് അറിയപ്പെടുന്നു? ലാകിനി എന്ന രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന അമ്മ. ഇപ്പൊ 495 നാമം മുതൽ 502 നാമം വരെ ലാകിനി രൂപം വർണ്ണിക്കപ്പെടുകയാണ്. അപ്പോ മണിപൂരാബ്ജ നിലയ അവിടെ തുടങ്ങിയിട്ട് നമ്മൾ മണിപൂരകത്തിലിരിക്കുന്ന ചക്രം അല്ലെ, മണിപൂരകം എന്ന ആധാര ചക്രമാകുന്ന കമലം നിലയമാക്കിയിട്ടിരിക്കുന്നവൾ മണിപൂര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തൊട്ട്. അപ്പൊ മൂലാധാരം മുതൽ മുകളിലേക്ക് എണ്ണിയാല് 3ാമത്തെ ചക്രത്തെയാണ് നമ്മൾ മണിപൂരകം എന്ന് പറയുന്നത് അല്ലെ. സ്വാധിഷ്ഠാനത്തിന് മുകളില്, അനാഹതത്തിന് താഴെ, നാഭീസ്ഥാനത്ത് 10 ദളങ്ങളോട് കൂടിയ ചക്രം. ഇവിടെയാണ് ലാകിനിയെ നമ്മൾ പൂജിക്കുന്നത്. മണിപൂരകമാകുന്ന കമലത്തിന്റെ കർണികയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി അല്ലെ, മണിപൂരാബ്ജ നിലയ. 3 മുഖത്തോട് കൂടിയവൾ, വദനത്രയ സംയുത, വജ്രാദി കായുധോപേത, വജ്രം തുടങ്ങിയ ആയുധങ്ങളോടുകൂടി 4 കൈകളിൽ വജ്രം, ശക്തി, ദണ്ഡം, അഭയം ഇത് ധരിച്ചിട്ടുള്ളവളായിരിക്കുന്ന ദേവി. ഡാമര്യാദിപിരാവൃത, ഡാമരി തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ. മണിപൂരക ചക്രത്തിലെ താമരയുടെ രൂപമാണ്. ആ താമരയുടെ കർണികയിലെ 3 വദനങ്ങളോട് കൂടിയ ത്രിവദനയും വജ്രാദികളായിരിക്കുന്ന ആയുധം ധരിച്ച ഇരിക്കുന്ന മഹാദേവി ലാകിനി സ്വരൂപത്തിൽ വിരാജിക്കുന്നു. മണിപൂരാബ്ജത്തിന്റെ 10 ഇതളുകളില് ഡാമരി തുടങ്ങിയ 10 ശക്തികള് സേവിക്കണു. രക്തവർണ്ണ, ചുവപ്പ് നിറത്തോട് കൂടിയവൾ. മാംസനിഷ്ഠ, മാംസധാതുവില് സ്ഥിതി ചെയ്യുന്നവൾ. ഗൂഢാന്ന പ്രീത മാനസ, ഗൂഢാന്നത്തില് പ്രീതമായ മനസ്സുള്ളവൾ. ഗുഡം ശർക്കര, ശർക്കര ചേർത്ത് പാകപ്പെടുത്തിയ അന്നം ഗൂഢാന്നം. അപ്പൊ അതിന്റെ അതിൽ പ്രീതമായ മനസ്സുള്ളവൾ, അതായത് ശർക്കര പായസം ഇഷ്ടപ്പെടുന്നവൾ. സമസ്ത ഭക്ത സുഖത, എല്ലാ ഭക്തന്മാർക്കും സുഖത്തെ ദാനം ചെയ്യുന്നവൾ. ഭക്തന്മാർക്ക് സമസ്ത സുഖങ്ങളെയും കൊടുക്കുന്നവൾ എന്ന് വ്യാഖ്യാനം. ലാകിന്യംബാ സ്വരൂപിണി, ഇപ്പൊ ലാകിനി എന്നുള്ള അമ്പയുടെ രൂപം ധരിച്ചവൾ. അപ്പം നമുക്ക് മണിപൂരക ചക്രം കഴിയാണ്. അടുത്തത് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെ. ഓരോ ചക്രങ്ങളിലും അമ്മയുടെ ഓരോ രൂപത്തെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ര മനോഹര ശൂല്യാദ്യായുധ സമ്പന്ന പീതവർണ അതിഗർവിത. ഇപ്പൊ സ്വാധിഷ്ഠാനാം ഭുജഗത, സ്വാധിഷ്ഠാന ചക്രത്തിലെ താമരയിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് കൊടുക്കുന്നു. അംബുജം എന്ന് പറഞ്ഞാൽ താമരം, ഗത ആയിത്തീർന്നവൾ അല്ലെ. ചതുർവക്ര മനോഹര, ചതുർവക്രം എന്ന് പറഞ്ഞാൽ 4 മുഖങ്ങളോടുകൂടി ദർശനം നൽകുന്നത് യോഗികൾക്ക്. ഇപ്പൊ ചതു എന്ന് പറഞ്ഞാൽ 4 വക്രം മുഖം. ശൂല്യാദ്യായുധ സമ്പന്ന, ശൂലം, കപാലം, പാശം, അഭയം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവൾ. അഭയമുദ്രയാണ്. പീതവർണ, മഞ്ഞ നിറമുള്ളവൾ. അതിഗർവിത, വളരെ ഗർവുള്ളവളായിട്ട് ദർശനം കൊടുക്കുകയാണ് അമ്മ. അടുത്തതോ മേധോനിഷ്ഠ, മധുപ്രീത, ബന്ധിന്യാദി സമന്വിത, ദദ്യന്നാസക്ത ഹൃദയ, കാകിനി രൂപധാരിണി. അമ്മയുടെ പേര് ഇവിടെ കാകിനിയാണുള്ള ആ ദേവിയാണ് നമ്മളിപ്പോ കാണുന്നത്. മേധോനിഷ്ഠ, മേധസ് എന്ന ധാതുവിന് ആധാരമായിരിക്കുന്നവൾ. മധുപ്രീത, തേനുള്ള നിവേദ്യത്തിൽ പ്രീതിയായിട്ടിരിക്കുന്നവൾ. ബന്ധിന്യാദി സമന്വിത, സ്വാധിഷ്ഠാന ചക്രത്തിലെ ശക്തികളായിരിക്കുന്ന ബന്ധിനി ആദിയായവയോട് കൂടിയവൾ. ദദ്യന്നാസക്ത ഹൃദയ, ദധി എന്ന് പറഞ്ഞ തൈര്, ആസക്തി എന്ന് പറഞ്ഞ പ്രീതി, അതില് ആസക്തിയുള്ള ഹൃദയത്തോട് കൂടിയവൾ. തൈര് ചേർന്ന നിവേദ്യത്തില് ആസക്തിയുള്ളവള്. കാകിനി രൂപധാരിണി. അപ്പൊ 504 മുതൽ 512 വരെയുള്ള നാമങ്ങളില് ചിത്രീകരിച്ച രൂപം എന്താണ് അമ്മയുടെ? കാകിനി രൂപം അല്ലെ. യോഗികൾക്ക് ദർശനം കൊടുക്കുന്ന ദേവി അവിടെ ആരാ? കാകിനി രൂപധാരിണി. ഇപ്പൊ സ്വാധിഷ്ഠാന പത്മത്തെ പ്രാപിച്ചവൾ, സ്വാധിഷ്ഠാനം എന്ന ആധാര ചക്രത്തില് സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ മൂലാധാരത്തിന് മുകളിലെ മണിപൂരകത്തിന് താഴെ ലിംഗസ്ഥാനത്തുള്ള ആധാര ചക്രമാണ് സ്വാധിഷ്ഠാനം അല്ലെ. അപ്പൊ 6 ദളങ്ങളോട് കൂടിയ താമരയുടെ പത്മത്തില് കാകിനി രൂപത്തില് ജഗന്മാതാവായിരിക്കുന്ന ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ചതുർവക്ര മനോഹര, അപ്പൊ 4 മുഖങ്ങൾ കൊണ്ട് മനോഹരമായവൾ. ശൂലം തുടങ്ങിയ ആയുധങ്ങൾ സമ്പന്നമായവൾ. 3 മുനയുള്ള ശൂലം, പാശം, കപാലം, അഭയം
4 കൈകളോട് കൂടിയിരിക്കുന്ന ദേവി. ശൂല്യാധ്യായുധ സമ്പന്ന പീതവർണ്ണ, മഞ്ഞ നിറമുള്ളവൾ, അതിഗർവിത, അതിയായ ഗർവത്തോടു കൂടി, അല്ലെ, സൗന്ദര്യം, കുലീനത, സമ്പത്ത്, അധികാരം തുടങ്ങിയ ഉണ്ടാകുന്ന ഉന്നത ഭാവമാണ് ഗർവം, അല്ലെ. അപ്പൊ അത്യധികമായിരിക്കുന്ന ഗർവത്തോടു കൂടിയവൾ, മേധോനിഷ്ഠ, മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ, മധുപ്രീത, മധുവില് പ്രീതിയുള്ളവൾ. മധു എന്ന പദത്തിന് മദ്യം അല്ലെങ്കിൽ തേൻ എന്ന അർത്ഥം എടുക്കാം. മദ്യം ഇഷ്ടപ്പെടുന്നവൾ. ബന്ധ്യന്യാദി സമന്വിത, ബന്ധിനി തുടങ്ങിയിട്ടുള്ള യോഗിനിമാരോടുകൂടി ചുറ്റപ്പെട്ടവൾ. ഇപ്പൊ സ്വാധിഷ്ഠാന പത്മത്തിന്റെ കർണികയിലെ മഹാദേവി കാകിനി രൂപത്തിലിരിക്കുന്നു. പത്മത്തിന്റെ 6 ദളങ്ങളില് ബന്ധിനി തുടങ്ങിയ 6 ദേവതാ ശക്തികളെ സേവിച്ചു നിൽക്കുന്നു. ഈ ശക്തികളുടെ പേരുകള് നമുക്ക് പിന്നെ നോക്കാം. ബന്ധിനി മുതൽ ലംബോഷ്ടി വരെയുള്ള 6 ശക്തികളാണ്. ഭദ്രകാളി, മഹാമായ തുടങ്ങിയവര് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ദദ്യൻ ആസക്ത ഹൃദയ, ദദ്യന്നത്തിൽ ആസക്തിയുള്ളവൾ. ദദ്യൻ എന്ന് പറഞ്ഞാൽ ദധി, തൈര് ചോറ് ഇഷ്ടപ്പെട്ടവൾ. കാകിനി രൂപധാരിണി, അപ്പൊ കാകിനി എന്നുള്ള യോഗിനിയുടെ രൂപം ധരിച്ചവൾ. അപ്പൊ ഇവിടെ കഴിഞ്ഞു ഇല്ലേ? എന്താണ് സ്വാധിഷ്ഠാന ചക്രം. ഇനി എന്താണ്? മൂലാധാര ചക്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ചക്രങ്ങളിലും ദേവി ഓരോ രൂപം എടുത്തിരിക്കുന്നു. അപ്പോ അടുത്തത് മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്ര അസ്ഥി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത. മൂലാധാര അംബുജാരൂഢ, മൂലാധാരം എന്ന് പറയുന്ന അംബുജത്തിൽ ആരൂഢയായിട്ടിരിക്കുന്നവൾ. മൂലാധാര ചക്രത്തിലെ താമരയിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. ആരൂഢ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൾ. പഞ്ചവക്ത്ര, 5 മുഖങ്ങളായിട്ട് യോഗികൾക്ക് ദർശനം കൊടുക്കുന്നവൾ. അസ്ഥി സംസ്ഥിത, അസ്ഥി എന്ന് പറയുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന യോഗിനി, അല്ലെ. അങ്കുശാദി പ്രഹരണ, അങ്കുശം ആദിയായിട്ട് പ്രഹരണ, അങ്കുശം ആദിയായ ആയുധങ്ങൾ ധരിച്ച സ്ഥിതിയിൽ ദർശനം നൽകുന്നവൾ. അങ്കുശം, ചിന്മുദ്ര, താമര, പുസ്തകം, ഇതാണ് ദേവി ധരിച്ചിരിക്കുന്നത്. വരദാദി നിഷേവിത, വരദ ആദി നിഷേവിത, മൂലാധാര ചക്രത്തിലെ വരദ ആദിയായിരിക്കുന്ന ശക്തികളാൽ ചൂഴ്ന്നു നിൽക്കുന്നവളായിട്ട് യോഗികൾക്ക് അനുഭവമാകുന്നവൾ. വരദ ഒരു ശക്തിയാണ്. നിഷേവിത എന്ന് പറഞ്ഞാൽ ചൂഴപ്പെട്ടവൾ. ഇപ്പൊ മുഗ്ധൗദനാസത്ത് ചിത്ത സാകിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണ ഷടാനന. അപ്പൊ ഈ മുഗ്ധൗദം എന്ന് പറഞ്ഞാൽ മുഗ്ധം, ഓദനം, ആസക്ത ചിത്ത. മുഗ്ധൗദനാസക്ത ചിത്ത എന്താ? മുഗ്ധം ഉഴുന്ന്, ചെറുപയറ്. ഓദനം എന്ന് പറഞ്ഞാൽ അന്നം. ആസക്ത എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള, ചിത്തത്തോട് കൂടിയവൾ, മനസ്സോട് കൂടിയവൾ. ശ്രേഷ്ഠ പരിപ്പ് വർഗങ്ങള് ഇല്ലേ, അതുകൊണ്ടുണ്ടാക്കിയ നൈവേദ്യത്തിൽ ഇഷ്ടമുള്ളവൾ. സാകിന്യംബ സ്വരൂപിണി. ഇപ്പൊ ഈ 514 മുതൽ 519 വരെയുള്ള നാമങ്ങൾ ചിത്രീകരിച്ച ദേവിയുടെ പേരെന്താണ്? സാകിനി, അല്ലെ. സാകിനി എന്നുള്ള രൂപമുള്ള അമ്മ. അമ്പ എന്ന് പറഞ്ഞ അമ്മ. അപ്പോ ഈ സാകിന്യംബ സ്വരൂപിണിയായിരിക്കുന്ന ദേവി എവിടെയാണ്? മൂലാധാരത്തില് ഇല്ലേ ഇരിക്കുന്ന ദേവിയാണ്. മൂലാധാര പത്മത്തില് ആരൂഢയായി ഷഡാധാരങ്ങളിൽ ഏറ്റവും താഴെയുള്ളത് മൂലാധാരാണ്. മറ്റാധാരങ്ങൾക്ക് മൂലമായതുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. കുണ്ടലിനി രൂപത്തില് പരാശക്തി മൂലാധാരത്തില് അല്ലെ ആ ഒരു അധ്യുഷ്ട വലയമാണ് ഉറങ്ങിക്കിടക്കുന്നത് അല്ലെ. ആ ഒരു സ്വയംഭൂ ലിംഗത്തില് തലകീഴായിട്ട് തല ചേർത്ത് ശിവലിംഗത്തിൽ അമർത്തി വെച്ച ദേവി 3.5 ചുറ്റോടുകൂടി ഇരിക്കുന്നു. 4 ഇതളുകളുള്ള കമലത്തിന്റെ രൂപമാണ് മൂലാധാര പത്മം. അതിന്റെ കർണികയില് ജഗദംബിക സാകിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ. അപ്പോ ആ ഒരു പഞ്ചവക്ത്ര, ഇവിടെ ദേവിക്ക് 5 മുഖങ്ങൾ. ഒരു മുഖത്തിൽ തുടങ്ങി ഇവിടെ വന്നപ്പോ എത്രയായി? 5 മുഖത്തോട് കൂടിയവൾ. അസ്ഥി സംസ്ഥിത, അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അങ്കുശാദി പ്രഹരണ, അങ്കുശാദികളായിരിക്കുന്ന ആയുധം ധരിച്ചിട്ടുള്ളവള്. അങ്കുശം, കമലം, പുസ്തകം, ജ്ഞാനമുദ്ര. ഇങ്ങനെ 4 തൃക്കൈകൾ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പ്രഹരിക്കുന്നവൾ. വരദാദി നിഷേവിത, വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി തുടങ്ങിയുള്ള ദേവിമാരാൽ സേവിക്കപ്പെട്ടവൾ. മുഗ്ധൗദനാസക്ത ചിത്തം, അതായത് മുഗ്ധം ചെറുപയർ ചോറ് അതിൽ ആസക്തിയുള്ളവൾ. അപ്പോ സാകിന്യംബ സ്വരൂപിണി, ഇങ്ങനെ ഇരിക്കുന്ന പരാശക്തിയായിരിക്കുന്ന സാകിനി ദേവിയെ അല്ലെ, സാകിനി അമ്പയെ അല്ലെങ്കിൽ സാകിന്യ അമ്പയുടെ രൂപം ധരിച്ചവളായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിക്ക് നമസ്കാരം. അപ്പൊ മൂലാധാര ചക്രം ഇവിടെ തീരുകയാണ്. അവസാനം അതിൽ നിന്ന് നേരെ എവിടെയായിട്ടാ പോകുന്നത്? ആജ്ഞാചക്രത്തില്. ആജ്ഞാചക്രം കൂടെ നമുക്ക് നോക്കാം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ സർവതോന്മുഖിയാണ് അല്ലേ.
അപ്പോ എന്താ പറയാ, ആജ്ഞാചക്രാബ്ജ നിലയ, ആജ്ഞാചക്ര അബ്ജ നിലയ. ആജ്ഞാചക്രത്തിലെ താമരയിൽ വസിക്കുന്നതായിട്ട് യോഗികൾക്ക് അനുഭവമായിട്ടിരിക്കുന്നവൾ ശുക്ലവർണ്ണ, വെളുത്ത നിറം. ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുത്തത്. ഷഡാനന, 6 മുഖങ്ങളായിട്ട് ദർശിക്കപ്പെടുന്നവൾ. ഷഡ് എന്ന് പറഞ്ഞ 6, ആനനം മുഖം. മജ്ജാ സംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി. അപ്പൊ മജ്ജാ സംസ്ഥ, മജ്ജ ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളായിട്ട് യോഗികൾക്ക് ദർശനം കൊടുക്കുന്ന ദേവി ഹംസവതി മുഖ്യശക്തി സമന്വിത. ഹംസവതിയാണ് ഇവിടുത്തെ മുഖ്യശക്തി അല്ലെ. ആ ദേവിയുമായിട്ട് ഹംസവതി എന്നുള്ള മുഖ്യശക്തിയോട് ചേർന്നിരിക്കുന്ന ദേവി. അപ്പൊ ഹംസവതി, ക്ഷമാവതി, ഇങ്ങനെ 2 ശക്തികള്. അതില് മുഖ്യശക്തി ഹംസവതിയാണ്. ഇപ്പൊ ഹരിദ്രാനേക രസിക, ഹരിദ്ര അന്നം ഏകരസിക. ഹരിദ്ര എന്ന് പറഞ്ഞ മഞ്ഞള്. ഇപ്പൊ മഞ്ഞൾ ചേർന്ന അന്നം ഇഷ്ടപ്പെടുന്നവൾ. ഹാകിനി രൂപധാരിണി. 521 മുതൽ 526 വരെയുള്ള നാമങ്ങളിൽ ചിത്രീകരിച്ചത് ഏത് ദേവിയാണ്? ഹാഗിനി എന്ന രൂപം ധരിച്ചിരുന്ന ദേവി അല്ലെ. യോഗികൾക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന രൂപങ്ങളാണ് ദേവി അല്ലെ. അപ്പോ ആജ്ഞാചക്രമാകുന്ന താമരയില് ഷഡാധാരങ്ങളിൽ ഏറ്റവും മുകളിലത്തത് ആജ്ഞാചക്രമാണ്. വിശുദ്ധി ചക്രത്തിന് മുകളില് ഭ്രൂമധ്യമാണ് ഇതിന്റെ സ്ഥാനം. ശരിക്കും പറഞ്ഞാൽ 2 ദളങ്ങളുള്ള പത്മത്തിന്റെ ആകൃതിയിലുള്ള ഈ ചക്രത്തിന്റെ കർണികാ സ്ഥാനത്ത് ഹാഗിനി എന്നുള്ള യോഗിനിയുടെ രൂപത്തില് മഹാദേവി സ്ഥിതി ചെയ്യുന്നു. ഹരിദ്രാനേക രസിക. ശരിക്കും പറഞ്ഞാൽ ആ ഭ്രൂമത്തെ ബിന്ദുപത്മേ ദളയുഗ കലിതേ ശുക്ലവർണ്ണാം കരാബ്ജെ എന്നാണ് ദേവിയുടെ ധ്യാന ശ്ലോകം തുടങ്ങുന്നത്. ശുക്ലവർണ്ണ, വെളുത്ത നിറമുള്ളവളായിട്ട് 6 മുഖങ്ങളോടുകൂടി ഷഡാനന മജ്ജാ സംസ്ഥ, മജ്ജ എന്ന് പറയുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ഹംസവതി. ഹംസവതി മുഖ്യശക്തി സമന്വിത. ഹംസവതി, ക്ഷമാവതി തുടങ്ങിയിട്ടുള്ള 2 ശക്തികൾ ആജ്ഞാചക്രത്തിന്റെ 2 ദളങ്ങളില് ദേവിയെ സേവിച്ചു നിൽക്കുന്നു. ഇതില് മുഖ്യ ഹംസവതി ആയതുകൊണ്ടാണ് ഹംസവതി മുഖ്യശക്തി സമന്വിത എന്ന് പറയുന്നത്. ഈ ദേവിക്ക് എന്താണ്? ഹരിദ്രാന്നത്തില് ഏകരസിക, അതിന് മാത്രമാണ് അമ്മയ്ക്ക് താല്പര്യം. എന്താ? മഞ്ഞൾ കലർന്ന ഹരിദ്രാന്നം, മഞ്ഞൾ ചേർന്ന അന്നം, ഇതില് രസിക്കുന്നവൾ, ഹരിദ്രാനം ഇഷ്ടപ്പെടുന്നവൾ. ഈ ദേവിയുടെ പേര് എന്താണ്? ഹാഗിനി രൂപധാരിണി. അപ്പൊ ഹാഗിനി എന്നുള്ള രൂപം ധരിച്ചവളായിരിക്കുന്ന ദേവിയെ, ലളിതാംബികയെ ഞാൻ ഇവിടെ നമസ്കരിക്കുന്നു. ഇനി അടുത്ത നാമം 528 സഹസ്രദള പത്മസ്ഥ. ഇനിയിപ്പോ ദേവി സഹസ്രാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയുള്ള നാമങ്ങള്, സഹസ്രാരം എന്ന് പറയുന്നതാണ് സർവതോന്മുഖി അല്ലെ. സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോന്മുഖി. അപ്പൊ അവിടം മുതല് സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോന്മുഖി, അവിടെ നമുക്ക് ഈ പറഞ്ഞ യോഗിനി ന്യാസം എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് ഈ നാമങ്ങളും കൂടെ ചേർത്ത് കണ്ടാല് എന്താ പറയാ, ഈ ഒരു യോഗിനി ന്യാസം എന്ന് പറയുന്ന അധ്യായം അവിടെ അവസാനിക്കുകയാണ്. അപ്പോ സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധര ശുക്ല സംസ്ഥിത സർവതോന്മുഖി അല്ലെ. സഹസ്രദള പത്മസ്ഥ, സഹസ്രാരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് യോഗികൾ അനുഭവിക്കുന്നവൾ. സർവവർണോപശോഭിത, സർവവർണ്ണ ഉപശോഭിത, സർവവർണ്ണങ്ങളാലും ശോഭിക്കുന്നവൾ. വർണ്ണം എന്നുള്ളതിന് നിറം, അക്ഷരം എന്നുള്ള അർത്ഥങ്ങളുണ്ട്. നിറം എന്ന അർത്ഥത്തിലാണെങ്കിൽ എല്ലാ നിറങ്ങളിലും യോഗിനിമാർക്ക് ദർശനം നൽകുന്നവൾ എന്ന് വരും. അക്ഷരം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ആ മുതൽ ക്ഷാവരെയോ ഹാ മുതലുള്ള ശക്തികളാൽ ശോഭിക്കുന്നവളെന്നോ വരുന്നുണ്ട്. പാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന പ്രാണോർജത്തിന് അമൃതാശക്തി എന്നും, ക്ഷായിലേതിന് ക്ഷമാവതി എന്നും, ഹായിലേതിന് ഹംസവതി എന്നും പറയും. അപ്പൊ സർവായുധതര, ഇവിടെ ദേവി എല്ലാ ആയുധങ്ങളും ഇല്ലേ, സർവ ആയുധങ്ങളും ധരിച്ചിരിക്കുകയാണ്. ശുക്ല സംസ്ഥിത, ശുക്ലം എന്ന് പറയുന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നത്, യോഗികൾക്ക് മാത്രം അനുഭവസ്ഥമാകുന്നത് സർവതോന്മുഖി, സർവത മുഖി, സർവ ദിക്കിലേക്കും മുഖമുള്ളവള് അല്ലേ. അപ്പോ സർവതോമുഖി എന്ന് പറയുമ്പോഴത്തേക്ക് 532 നാമമാണ്. അപ്പൊ ഈ നാമങ്ങളെല്ലാം തന്നെ ദേവിയുടെ ആധാര ചക്രങ്ങളിലെ രൂപത്തെയാണ് പറയുന്നത് അല്ലേ. അപ്പൊ സഹസ്രദള പത്മസ്ഥ, സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ആജ്ഞാചക്രത്തില് മുകളില് സഹസ്രദള പത്മമാണ്. ബ്രഹ്മരന്ധ്രത്തിന് കീഴില് സ്ഥിതി ചെയ്യുന്ന 1000 ഇതളുള്ള പത്മത്തില് യാഗിനി രൂപത്തില് ജഗദംബിക കുടികൊള്ളുന്നു. അപ്പൊ സർവവർണോപശോഭിത,
സർവവർണ്ണങ്ങളാലും ഉപശോഭിതയായിരിക്കുന്നവൾ. വർണ്ണശബ്ദത്തിന് കറുപ്പ്, വെളുപ്പ് തുടങ്ങിയ നിറങ്ങളെന്ന് അർത്ഥമുണ്ട്. മൂലാധാരം തുടങ്ങിയ ആധാരപത്മങ്ങളിലെ ലളിതാംബികയ്ക്ക് ചുവപ്പ്, കറുപ്പ് തുടങ്ങിയ വർണ്ണങ്ങള് മുൻ നാമങ്ങളിൽ നമ്മൾ കണ്ടു. സഹസ്രാരത്തില് യാഗിനി രൂപത്തിൽ അമ്മയ്ക്ക് നിയതമായ വർണ്ണമില്ല. എല്ലാ വർണ്ണങ്ങളാലും ഉപശോഭിതയായിരിക്കുന്നു. അപ്പൊ നിറം എന്നത് എന്താണ്? ചിട്ടപ്പെടുത്തി പറയാനാകാത്ത പ്രഭാപൂരമാണ് അവിടെ ഉള്ളത്. ഇപ്പൊ വർണ്ണം എന്ന പദം അക്ഷരത്തെയും കുറിക്കുന്നുണ്ട്. ഇപ്പൊ ധ്യാനനിരതമായ യോഗിയുടെ മനക്കണ്ണില് ഉപാസ്യദേവതയുടെ ബീജമന്ത്രാക്ഷരങ്ങൾ പല നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങൾ എന്ന് പേരുണ്ടായത്. പിൽക്കാലത്ത് വ്യാകരണ ശാസ്ത്രത്തിൽ വർണ്ണം എന്ന പദം അക്ഷരങ്ങളെ കുറിക്കാൻ തുടങ്ങി. അപ്പൊ ആ മുതൽ ക്ഷ വരെയുള്ള അനുലോപമായിട്ട് 50 അക്ഷരങ്ങൾ, ക്ഷ മുതൽ ആ വരെ പ്രതിലോമമായിട്ട് അക്ഷരങ്ങൾ അല്ലെ 50. അങ്ങനെ 10 തവണയാകുമ്പോ അക്ഷരസംഖ്യ 1000. അപ്പൊ സർവവർണ്ണ ഉപശോഭിത എന്നുള്ള നാമത്തെ പിരിക്കുമ്പോൾ ഉപ എന്നുള്ള ഘടകത്തിന് പരിഭാഷയിലെ 10 എന്ന അർത്ഥം വരും. അപ്പോ ഈ പറഞ്ഞ എന്താ പറയാ, ഈ ഒരു സംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ അമൃത തുടങ്ങി ക്ഷമ വരെ, അപ്പൊ അകാരം മുതൽ ക്ഷകാരം വരെയുള്ള വർണ്ണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന 50 ശക്തികൾ മുൻപ് സൂചിപ്പിച്ച പ്രകാരം അനുലോമമായിട്ടും പ്രതിലോമമായിട്ടും 10 തവണ ദേവിയെ ചുറ്റി നിൽക്കുന്നു. അപ്പൊ അക്ഷരശക്തികൾ വിവിധ നിറമുള്ളവരായതുകൊണ്ട് പല വർണ്ണങ്ങൾ ഇടകലർന്ന് സമാധിസ്ഥനായി സഹസ്രദള പത്മത്തിൽ ദേവിയെ ധ്യാനിക്കുന്ന യോഗികളുടെ മനക്കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് സർവവർണ്ണോപശോഭിത. അപ്പൊ എല്ലാ വർണ്ണങ്ങളും സഹസ്രാര പത്മം എന്ന് പറയുമ്പോൾ എല്ലാ വർണ്ണങ്ങളും അവിടെ അടങ്ങുകയാണ് അല്ലേ. അപ്പൊ സർവായുധതര, ഇവിടെയോ അമ്മ എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുകയാണ്. എല്ലാ ആയുധങ്ങളും, അതായത് എല്ലാവരുടെയും ഈ കഴിഞ്ഞ ചക്രങ്ങളിൽ കണ്ട എല്ലാ ദേവിമാരുടെയും ആയുധങ്ങൾ ധരിക്കുന്നത് എന്ന് വ്യാഖ്യാനം എടുക്കണം. കാരണം ഓരോ ദേവനും ഇന്ന ഇന്ന ആയുധങ്ങളെന്ന് സങ്കല്പമുണ്ട് അല്ലേ. ശംഖുചക്ര ഗദാപത്മപാണിയാണ് വിഷ്ണു, ശൂലാദികളായിരിക്കുന്ന ആയുധങ്ങൾ ശിവന്, വജ്രം ഇന്ദ്രൻ, അങ്ങനെ എല്ലാ ദേവന്മാരുടെയും ആയുധം ധരിക്കുന്നവൾ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. സർവ്വദേവന്മാരുടെയും ദേവിമാരുടെയും രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ദേവി തന്നെയാണ് ഈ സകല രൂപങ്ങളും ധരിച്ചിരിക്കുന്നതെന്നും അർത്ഥം എടുക്കാം. ശുക്ല സംസ്ഥിത, ശുക്ല ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. രക്തം, അസ്ഥി, മജ്ജ, ത്വക്ക് തുടങ്ങിയ ധാതുക്കളിൽ സംസ്ഥിതയാണ്. മറ്റാധാരങ്ങളിൽ വിരാജിക്കുന്നത്. ഇവിടെ ദേവിയോ ശുക്ല സംസ്ഥിത. അപ്പൊ ഇതെന്താണ്? സൃഷ്ടിയെ കാണിക്കുന്നു അല്ലെ. ആ ഒരു സൃഷ്ടി ഉന്മുഖത്വത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ സർവതോന്മുഖി, അപ്പൊ നമ്മള് സർവത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിക്കിലും മുഖമുള്ളവൾ. സർവത പാണി പാദാന്തേ സർവതോക്ഷി ശിരോമുഖേ സർവത ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യം ഏകാദശ അധ്യായത്തിലെ നാരായണീ സ്തുതിയില് പറയുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻ ലോകെ സർവം ആവൃത തിഷ്ഠതി. ഭഗവത്ഗീതയിലെ 13ാം അധ്യായത്തിലും ഈ വരികൾ പറയുന്നുണ്ട്. അപ്പൊ ശ്വേതാചര ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് പറയാറുണ്ട്. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയുടെ വിരാട സ്വരൂപം ഇതാണ് സഹസ്രദള പത്മത്തിലെ യാഗിനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ സർവധന പ്രീത ചിത്ത, എല്ലാ ഓദനങ്ങളിലും പ്രീതമാകുന്ന ചിത്തമുള്ളവൾ. ഷടാധാരങ്ങളില് നമ്മൾ ഓരോന്നിലും യോഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിക്ക് വേറെ വേറെ നൈവേദ്യങ്ങളാണ് സൂചിപ്പിച്ചത്. സഹസ്രാരത്തിലോ അവിടെ സ്ഥിതി ചെയ്യുന്ന യാഗിനി സ്വരൂപത്തോടു കൂടിയ ജഗദംബികയ്ക്ക് എല്ലാ ഭേദങ്ങളും മാറിയിട്ട് എന്താ, എല്ലാം ഓദനങ്ങളും പ്രിയമാണ്. സർവായുധതരയും സർവതോന്മുഖിയുമായിട്ട് ദേവിക്ക് സർവോദന പ്രീത ചിത്ത. എല്ലാം എന്ത് കൊടുത്താലും അതിൽ പ്രിയമുള്ളവൾ. ഈ ദേവിയെ നമ്മള് യാഗിന്യംബ സ്വരൂപിണി, യാഗിനി എന്നുള്ള അമ്പയുടെ രൂപം ധരിച്ചവള്. ശരിക്കും പറഞ്ഞാല് ഈ യാഗിന്യംബ സ്വരൂപിണി എന്ന് പറയുന്ന 534 എന്ന് പറയുന്ന നാമത്തില് നമ്മുടെ സഹസ്രാരം വരെ ഉള്ള സകല ചക്രങ്ങളും നമ്മൾ എന്താ പറയാ കവർ ചെയ്ത് ദേവിയുടെ ഓരോ സ്വരൂപങ്ങളെയും കണ്ടു ഇല്ലേ. കാരണം ആ ഒരു സർവധന പ്രീതചിത്ത യാഗിന്യംബ സ്വരൂപിണി സ്വാഹാസ്വധ മദർമേധ ശ്രുതി സ്മൃതി അനുത്തമ. കാരണം നമ്മൾ ഇവിടെ സർവതോന്മുഖി എന്നുള്ള നാമത്തിൽ നിർത്താൻ കാരണം യോഗിനി ന്യാസം എന്ന് പറയുന്ന അധ്യായം സർവതോന്മുഖി എന്ന് പറയുന്ന 532ാമത്തെ നാമത്തില് അവസാനിക്കുകയാണ്. ഇനി 13ാമത്തെ അധ്യായമാണ് സർവധന പ്രീതചിത്ത തുടങ്ങുന്നത്. കാരണം അത് അടുത്ത
അധ്യായത്തിൽ വരുന്നത് കൊണ്ട് നമ്മളിപ്പോ ഇവിടെ വെച്ച് ഇത് നിർത്തുകയാണ്. കാരണം ദേവി സഹസ്രാര പത്മത്തിലെ യാഗിനിയായിട്ടിരിക്കുന്ന അമ്മയുടെ പാദപത്മങ്ങളില് ഈ പറഞ്ഞതെല്ലാം നമ്മള് എന്താ പറയാ ഇന്ന് പറയുന്നത്, ഇനി കേൾക്കാൻ പോകുന്നത്, ഇതുവരെ കേട്ടത് അല്ലേ, അറിഞ്ഞത്, അറിയാത്തത്, ഇനി അറിയാനിരിക്കുന്നത്. അപ്പോ ഈ ഒരു എല്ലാം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയും പോലെ എല്ലാം അറിയുന്ന ആ ദേവിയുടെ പാദപത്മങ്ങളില് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദേവിയുടെ ഈ നാമങ്ങളെല്ലാം തന്നെ എന്തിനെ സൂചിപ്പിക്കുന്നു, എന്താണ് ഇനിയുള്ള എന്താ പറയാ പുണ്യകീർത്തി, പുണ്യലഭ്യം, ഇതൊക്കെ പറഞ്ഞതും പഠിച്ചതും കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നതെന്നൊക്കെ ഇനി വരാൻ പോവുകയാണ്. പക്ഷെ ഇനി അതായത് ദേവിയുടെ വിഭൂതി വിസ്താര യോഗമാണ് ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്, അടുത്ത അധ്യായം. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഈ നാമങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ദേവി പാദത്തിൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഭക്തിയും ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിയും ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.